നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPIM അവരുടെ ചർച്ച ഏകദേശം പകുതി പൂർത്തിയാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കെത്തി. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചയിലുമാണ് CPIM. അതേസമയം കോൺഗ്രസ് ആകട്ടെ ആദ്യമേ വീമ്പിളക്കിയവരായിരുന്നു. ഫെബ്രുവരി പകുതിയിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും, മാർച്ചോടുകൂടി UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പോലും ഒരു വൈകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. പുതുയുഗ യാത്ര അതിൻ്റെ അവസാനത്തിലെത്തിയതിന് ശേഷം മതി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ചർച്ചയായി മാറുകയാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി സിറ്റിംഗ് MLAമാരെല്ലാം തന്നെ മത്സരിക്കും. അതിൽ 2 സ്ഥലങ്ങളിൽ മത്സരത്തിന് പുതിയ ആളെ കണ്ടെത്തേണ്ടതായി വരും, പാലക്കാടും തൃപ്പൂണിത്തുറയിലും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിലവിൽ പാർട്ടിയിലില്ല, പുറത്താക്കി നിർത്തിയിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ K ബാബു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സിറ്റിംഗ് MLAമാരെല്ലാം തന്നെ മത്സരത്തിന് ഉണ്ടാകും. ഒപ്പം സംവരണ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും തുടർന്ന് പ്രഖ്യാപിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതും നീളുകയാണ്. സംവരണ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം അല്ലെങ്കിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം എന്നുള്ള കാര്യത്തിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ സിറ്റിംഗ് MLAമാരെല്ലാം തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി അവർ അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കൾ കൂടി മത്സരിക്കണം എന്ന് KPCCയിലെ ചില നേതാക്കന്മാർ ഉറച്ച് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് പ്രശ്നങ്ങൾ കുറച്ച് കടുകട്ടിയായി മാറിയത്. പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ തുടങ്ങിയവർക്കും അവസാനമായി ഒന്ന് മത്സരിക്കണം അല്ലെങ്കിൽ ഒരിക്കൽ കൂടി മത്സരിക്കണം എന്നൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് UDFന് അനുകൂലമായ ചില നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ്. എന്തായാലും ശരി തന്നെ, 2 ദിവസത്തിനുള്ളിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് AICCയുമായി ആദ്യഘട്ട ചർച്ച നടത്തും. ആദ്യഘട്ട പാനൽ, അതായത് സാധ്യതാ ലിസ്റ്റ് AICC നേതാക്കന്മാർക്ക് മുന്നിൽ സമർപ്പിക്കും. അതിൽ നിന്നും ഒരു അവസാന ഗ്രൂപ്പ് കണ്ടെത്തുവാൻ അല്ലെങ്കിൽ ആദ്യ പട്ടികയുടെ അവസാന തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് KPCC അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും ഉള്ളത്. കാരണം ഇതുവരെ ഇനിയും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാകുമെന്ന് നേതാക്കന്മാർക്ക് അറിയാം. കാരണം പല സ്ഥലങ്ങളിലും സിറ്റിംഗ് MLAമാരല്ലാത്ത പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോൾ സീറ്റ് ആവശ്യപ്പെട്ടും മറ്റുള്ള ആളുകളുമായി പിന്നാലെ നടന്നുമൊക്കെ സീറ്റിന് വേണ്ടി ചർച്ചകൾ നടത്തിയുമൊക്കെ നീങ്ങുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ചർച്ച പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ. സിറ്റിംഗ് MLAമാരില്ലാത്ത മണ്ഡലത്തിൽ 5 മുതൽ 7 വരെ ആളുകളുടെ പേരുകൾ വരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് അവരുടെ ഒരു വലിയ പട്ടിക മുന്നോട്ട് കൊണ്ടുവന്നത്. അതായത് അവരുടെ സംസ്ഥാനതല നേതാക്കന്മാർക്കെല്ലാം മത്സരിക്കണം അല്ലെങ്കിൽ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് വെട്ടിച്ചുരുക്കി 7 പേരിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പുതിയ വിവരം. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകും. എന്തായാലും യുവതലമുറയെ പരീക്ഷിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അതായത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പകുതി പേര് വനിതകളും യുവാക്കളും ആയിരുന്നുവെന്ന്. ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം ഇപ്പോൾ തന്നെ മുതിർന്ന നേതാക്കന്മാർ പലരും മത്സരിക്കാനായി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനവും തുടങ്ങിയിട്ടുണ്ട്. മറ്റു ചിലർ ഇഷ്ടപ്പെട്ട മണ്ഡലം ലഭിച്ചില്ല എങ്കിൽ പാർട്ടി വിട്ടു പോകുമെന്നുള്ള ഭീഷണിയും ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ മത്സരത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലകളിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരവും കൊല്ലവും ഒപ്പം തന്നെ പത്തനംതിട്ടയും ഒക്കെയാണ്. ഈ 3 ജില്ലകളിലാണ് UDF കണ്ണുവച്ചിരിക്കുന്നതും. കാരണം കൂടുതൽ പേർ ഇവിടെ നിന്ന് തെക്കൻ ജില്ലകളിൽ ജയിച്ചാൽ മാത്രമേ ഭരണത്തിന് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഭരണം ലഭിക്കുകയുള്ളൂ. അത് നന്നായി കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയമായിരിക്കും ഏറ്റവും കൂടുതൽ തലവേദനയായി കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാറാൻ പോകുന്നത്. ഈ 2 ദിവസത്തിനുള്ളിൽ ഇവർ ഡൽഹിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കും. അതിനുശേഷം
സിറ്റിംഗ് MLA-മാരുടെ പേരുകൾ അല്ലെങ്കിൽ അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ളവ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോഴും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. UDF-ലെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഇതുവരെയായും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നില്ല. RSPക്ക് 5 സീറ്റുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റുകളുണ്ട്. ഈ 10 സീറ്റുകളിൽ 4 വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് സമവായത്തിലെത്തിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കൃത്യമായി ഏകദേശം മാർച്ച് പകുതിയോളമാകും സ്ഥാനാർത്ഥി നിർണയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ, നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ചിലവുകൾ കണ്ടെത്തേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ചെലവ് കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് അതിനു തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചാൽ മതിയാകും എന്നാണ് തീരുമാനം. എന്തായാലും ശരി തന്നെ, ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ കോൺഗ്രസിൻ്റെ തലവേദനകൾ അവസാനിക്കുകയുള്ളൂ. കാരണം പല സീറ്റുകളും വച്ചുമാറണം എന്ന ആവശ്യം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇനി അവശേഷിക്കുകയാണ്.